നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. പെട്ടെന്ന് നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ, ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നാജിദ താത്ത പുതിയൊരു ഉഡായിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നാജില ഷാൻ എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര്. നാജിലയെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. 3 കല്യാണം കഴിച്ച ആളാണ് ഈ നാജില. ഈ നാജിലയ്ക്ക് 3 കൂടി 4 മക്കളുണ്ട്. അങ്ങനെ 3 പേരും ഡിവോഴ്സ് ആയി നിൽക്കുന്ന സമയത്താണ് 4മതൊരാള് നാജിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അയാളുടെ പേര് ആണ് ഷാൻ എന്ന് പറയുന്നത്. ഈ നാജിലയ്ക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അതിന്റെ പേര് മസൂറ ഫാത്തിമ എന്നായിരുന്നു. ഈ ഷാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് മസൂറ എന്ന് പറയുന്ന ആ ഒരു പേരൊക്കെ മാറ്റി നാജില ഷാൻ എന്ന് പറയുന്ന ഒരു പേരൊക്കെ വന്നത്. ഷാൻ അങ്ങനെ പെട്ടെന്ന് നാജില ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളല്ല കേട്ടോ. നാജിലയുടെ ഉമ്മ നാജിലയെയും ഷാനെയും ബെഡ്റൂമിൽ വെച്ച് പൊക്കി. അത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആയി. അവസാനം നാജില ഷാന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒളിച്ചോടി പോയതിനു ശേഷം ഷാന്റെ വീട്ടിൽ വന്ന് ലൈവ് വീഡിയോകൾ ചെയ്യുകയായിരുന്നു നമ്മുടെ നാജിലയുടെ പ്രധാന പരിപാടി. ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ലൈവിൽ വന്ന് പറയും. തീർത്തും പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പോലും ഒരു ഉളുപ്പില്ലാതെ വന്ന് ലൈവിലൂടെ നാട്ടുകാരെയൊക്കെ അറിയിക്കും. ഈ ഒരു പ്രവണതയെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ യൂട്യൂബിൽ വന്ന് കോപ്രായം കാണിക്കാതെ ഈ 4മത്തെ കുടുംബജീവിതമെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന എല്ലാവരും പറഞ്ഞു. ആ സമയത്തെ വീഡിയോയിലെല്ലാം നാജിലയും ഷാനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ഷാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. പക്ഷെ ഇനി മുതൽ ഷാൻ മദ്യപിക്കില്ല, എന്റെ നാജിലയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ ജീവിക്കും എന്നൊക്കെയായിരുന്നു ഷാൻ വന്നിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം നാജില ഒരു വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് ആരും ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞു. അതായത് 4മത്തെ ഭർത്താവും എന്നെ വിട്ടു പോയി എന്നായിരുന്നു നാജില ആ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞത്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വശവശക്ക് തോന്നിയിരുന്നു. ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് മക്കൾക്കും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സഹതാവും പിടിച്ചുപറ്റി കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു പുള്ളിക്കാരിയുടെ. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. എന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞ് ചെയ്ത ആ ഒരു വീഡിയോ കുറച്ച് നേരം കഴിഞ്ഞപ്പോ അടുത്ത ദിവസം കണ്ടാന്ന് തോന്നുന്നു ഇട്ടത് എന്റെ ഇക്ക തിരിച്ചു വന്നേ എന്ന് പറഞ്ഞിട്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് ആളുടെ പരിപാടി. ടൈറ്റിലുകളാണ് രസം. ഇക്ക വരുമോ, ഇക്ക പോയി, ഇക്ക ഇനി എപ്പോ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഭർത്താവ് പഴയ പോലെ കള്ളുകൂടി തുടങ്ങി, ഇപ്പൊ എന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുനോക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണുണ്ട്. പിന്നെ വേറെന്താണ്, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ചുമ കുറവില്ല, മക്കൾക്ക് 3 പേർക്കും ചുമ കുറവില്ല. നമ്മളെ ഈ വീടും മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് വീട് വെച്ചത്. അപ്പോൾ ഈ രാത്രി കിടക്കുമ്പോൾ കുട്ടികളും വിയർത്തങ്ങ് ഒഴിവെക്കണം. 2 ഫാൻ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഈ അതിന്റെ ഒരു ചുമയുടെ ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളിക്കുന്ന പരിപാടി, ഓടി വിയർക്കുക, പോയി കിടക്കുന്ന ഉറങ്ങുക, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസ് ഒരുപാട് കമന്റുകൾ കണ്ടു, നല്ല കമന്റും ചീത്ത കമന്റും ഒക്കെ കണ്ടു. അതൊന്നും കമന്റൊന്നും അല്ല എന്റെ ജീവിതം. അതെങ്ങനെ ശരിയാവും നാജില? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളല്ലേ പറഞ്ഞത് യൂട്യൂബാണ് എന്റെ ജീവിതം എന്ന്. എന്നിട്ടിപ്പോ വന്നിരുന്ന് പറയുന്നു കമന്റുകളൊന്നും അല്ല എന്റെ ജീവിതം. കമന്റുകളൊക്കെ എന്താ, യൂട്യൂബിലല്ലേ വരുന്നത്? യൂട്യൂബ് ജീവിതമാക്കി കാണുന്ന ഒരാൾക്ക് കമന്റുകളും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണേണ്ടി വരും. നെഗറ്റീവ് കമന്റുകളൊക്കെ നീയായിട്ട് വരുത്തി വെക്കുന്ന ഒരു കാര്യം, കയ്യിൽ ഇരിപ്പുകൊണ്ട് തന്നെ കിട്ടുന്നത്. അതിനിപ്പോ ആരെയും യാതൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയും കൂടെ കാണാം. അതൊന്നും ഞാൻ തവക്കൽത്തു അലല്ലാ, അള്ളാഹുവിന്റെ പക്കലാണ് കൊടുത്തിരിക്കുന്നത്. അള്ളാഹു എനിക്ക് 4 മക്കളെ തന്ന് കുഞ്ഞുള്ള കാര്യമാണ് അറിയണം. അതായത് ഒരാളെ എനിക്ക് അള്ളാഹു തിരിച്ചെടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു. അള്ളാഹു എനിക്കിപ്പോ 3 കുഞ്ഞുങ്ങളെ തന്നു, ആണിനും പെണ്ണിനും തന്നു. അൽഹംദുലില്ലാ. പിന്നെ നജില ഷാൻ, ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെ. അങ്ങനൊന്നും പറയല്ലേ ഇത്ത. ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ആകെ 4 കെട്ടിയിട്ടുള്ളൂ. ഒരു 4 കൂടെ കെട്ടി അങ്ങ് കാണിച്ചു കൊടുക്കും. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ പവർ ആൾക്കാർ മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ഫാൻസ് ഇതൊന്നും സഹിക്കില്ല കേട്ടോ. ഇനി ഒരു കല്യാണം ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയൂടെ കാണാം. പെട്ടെന്ന് നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി പ്രശ്നങ്ങളും ഇല്ല. തവക്കൽത്തു അലല്ലാ. നല്ലൊരു മാസം എന്താണ്, ഒരുപാട് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യനാണ്. നമ്മള് ഒരു ആളിനെ കുറ്റപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അയാളെ നന്മ പറയാൻ നമ്മളെ നാവിടപ്പം വഴങ്ങില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഈ കുഞ്ഞിനെ ഒരുപാട് കമന്റ് വന്നു. എന്തായാലും ഞാൻ 20-ാം തീയതി ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്.
അള്ളാഹു ഹൈറാക്കി തരുവാണെങ്കിൽ അതേപോലെ, അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ. എൻ്റെ മനസ്സ് ഇപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എല്ലാരെയും ഉപേക്ഷിച്ചു, ഇക്കാരെ കൂടെ ജീവിച്ചു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതെങ്ങനെ ശരിയാകും? ഇക്ക ഇങ്ങനെയായിരുന്നല്ലോ പണ്ടേ. ഇക്ക നിങ്ങളുമായിട്ട് ഇഷ്ടത്തിലായപ്പോ തന്നെ കള്ളുകൂടിയൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയായിരുന്നല്ലോ. ഇത്താടെ ഉമ്മയും ആങ്ങളമാരും തന്നെയല്ലേ ഇത്തായെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചത് ഇതിൽ നിന്നും. ഇത് തന്നെയായിരുന്നു കാര്യം. ഇത്താടെ ഇക്ക മുഴുകുടിയനായിരുന്നു. വെറുതെ ഒരു വള്ളി പിടിക്കേണ്ടെന്ന് ഇത്താടെ വീട്ടുകാർ അന്നേത് പറഞ്ഞല്ലേ. അതുകൊണ്ട് ഇക്ക പെട്ടെന്ന് ഒരു ദിവസം കള്ളുകൂടിയനായി മാറിയെന്നൊന്നും വന്ന് പറയല്ലേ. ബാക്കിയും കൂടെ കേൾക്കാം. നിന്റെ എനിക്ക് കാറ് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഞാൻ കാർ എടുത്ത് കൊടുത്തേലോ എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഷാൻ ഇനി ഒരു പെണ്ണിനെ നോക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് ജീവനാണ്. അത്രയ്ക്ക് ജീവനായതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കള്ളും കുടിച്ച് വന്ന് ഇത്താടെ മെക്കിട്ട് കയറുന്നത്. ഇത്ത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും കള്ളും കുടിച്ച് നടക്കുമായിരുന്നു, അടുത്തോട്ട് പോലും വരാതെ. പിന്നെ ഇത്തായെ കെട്ടാൻ വേണ്ടിയിട്ടാണ് കള്ളുകൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു വീരവാദം മുഴക്കിയത്. കിട്ടിക്കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ അതോടെ മതിയായി അവർക്ക്. പിന്നെയും കള്ളുകൂടി തുടങ്ങി. അങ്ങനെയുള്ള ഇക്ക മറ്റൊരു പെണ്ണിനെ കണ്ട അവളുടെ കൂടെ പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? ബാക്കിയും കൂടെ കേൾക്കാം. പക്ഷേ ഈ മദ്യം ഒരുപാട് കുടുംബജീവിതങ്ങളും തകർക്കുന്നത് മദ്യമാണ്. നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല, കുട്ടികൾക്ക് എന്താണെങ്കിലും മേടിച്ചു കൊടുക്കുകയും കുട്ടികൾ പാപ്പാന്ന് കൊതി എന്തിനാണ് വിളിച്ച് കൊതി തീർന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ആദ്യമൊന്നും അറിയില്ലല്ലോ, നമുക്കിങ്ങനെയാണ്, നമ്മൾ ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മളിങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ സ്കാനിങ്ങിന് കുഴപ്പമൊന്നും ഇല്ല, ഉണ്ടാവില്ല. നമ്മൾ കടുവ പള്ളിയിലൊക്കെ പോയി അപ്പൊ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ സുൽത്താൻ മുഹമ്മദ് ഷാന നിടണമെന്ന്, എനിക്ക് ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ സുൽത്താന ഷാന നിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണ് എന്നിങ്ങനെയും പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഒരാൺകുഞ്ഞിനെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ 7 വീരാണ്. അപ്പോഴ് അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ വരട്ടെ. മനുഷ്യനാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ തെറ്റിലൂടെയാണ് ഒരുപാട് പേരും മദ്യപിച്ചിട്ടുള്ള ലൈഫുകളിൽ നിന്ന് നന്മയായി വന്നവരുണ്ട്. ക്ഷമിക്കുക, സഹിക്കുക, അതല്ലാതെ വേറൊരു വഴിയില്ല. ഇതിനകത്തൊരു സൊല്യൂഷൻ അള്ളാഹു കണ്ടെത്തി തരും, ഉറപ്പാണ്. പിന്നെ അതൊക്കെയാണല്ലോ ഇപ്പൊ പടച്ചോന് പണി. നിങ്ങളുടെ ഉടായ്പിനൊക്കെ കൂട്ടുനിൽക്കലല്ലേ പണി. ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്ത വരും, എന്നിട്ട് അത് തന്നെ വീണ്ടും മാറ്റി പറയുകയും ചെയ്യും. എത്ര കിട്ടിയാലും പഠിക്കാതെ പിന്നെയും ഓരോന്ന് വരുത്തി വരും. എന്നിട്ട് എല്ലാം അള്ളാഹു ശരിയാക്കി തരണമല്ലേ. ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ കുറ്റപ്പെടുത്തുന്നവരടുത്തും റിയാക്ഷൻ ചെയ്യുന്നവരടുത്തും ബാക്കി കാര്യങ്ങളെടുത്ത് പറഞ്ഞെടുത്തും ഷാൻ ഒരിക്കലും എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്നെ വിട്ട് പോയിട്ടില്ല. ഇന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനൊരു കാര്യം ഷാന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം, ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അൽഹംദുലില്ലാ ഹൈറായ രീതിയിലെടുത്ത്. എന്തിന്റെ കുറവായിരുന്നു? നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രശ്നങ്ങൾ തീർക്കാനുമുള്ള സ്ഥലമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. എന്താണ് ഇവരോടൊക്കെ പറയല്ലേ. ബാക്കിയും കൂടെ കേൾക്കാം. മദ്യം കുടിച്ചു നയിക്കുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന സമയമല്ല. പിന്നെ ഈ ഇക്കായെ സംബന്ധിച്ചിടത്തോളം കുടിച്ചാൽ ക്രിമിനലിസമാണ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും സ്നേഹത്തിലും കരുതലിലുമാണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നെജി എന്നെ ഒരു മോനെ പോലെ, എന്റെ ഉമ്മയായിട്ടും പെങ്ങളായിട്ടും കൂടപ്പറപ്പായിട്ടും എല്ലാം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ആളെ മനസ്സെന്ന് പറഞ്ഞാൽ ചെറിയൊരു മനസ്സാണ്. പെട്ടെന്ന് ഇപ്പൊ എന്നെ കാണണമെന്നും രാവിലെ വിളിച്ചു പറഞ്ഞു, മദ്യത്തിന്റെ ലഹരിയിലാണ് എന്തോന്ന് അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്നെങ്കിലും, അതായത് കേൾക്കാൻ വേണ്ടി പറയാം, എന്നെങ്കിലും നല്ല പോലെ ആയി വരുവേണമെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ സന്തോഷമായിട്ട് നോക്കി പാപ്പാരൊരു സ്നേഹവും കരുതലും കൊടുത്ത് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വരാം. ഇല്ലേ കുടിച്ച് ആഭാസനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്റെ കണ്ണു മുമ്പ് ഒരിക്കലും വരരുത്. പിന്നെ കുഞ്ഞ് അൽഹംദുലില്ലാ അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഒരു വാർത്ത എന്റെ ചെവി കേൾക്കാതിരിക്കട്ടെ. പിന്നെ ഞാനൊരിക്കലും കളഞ്ഞിട്ടില്ല, ഞാനൊരിക്കലും ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. മദ്യപാനം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർ മദ്യപിക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലർ സൈലന്റ് ആയിരിക്കും, ഇത് വൈലന്റ് ആണ്.
അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റത്തില്ല. കാരണം മദ്യപാനമൊക്കെ മാറ്റിയിട്ട് ഇത് കുടിച്ചപ്പം പെട്ടെന്ന് ശരീരത്തിന് ഏറ്റ്. അപ്പോഴും എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സൊല്യൂഷനുകളുണ്ട്. മദ്യപാനം ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മാറ്റാം, ബാക്കി കാര്യം എല്ലാം ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഈ നാറ്റം നമ്മൾ അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. ഇനിയെങ്കിലും 40 വയസ്സാവാറായി, ഇനിയെങ്കിലും ഒതുങ്ങി സന്തോഷമായി മദ്യപാനമൊക്കെ ഇല്ലാതിരിക്കുകയായിരുന്നു, ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല കെയറിങ്ങും, ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കെല്ലാം വാങ്ങി എല്ലാം തരുന്നതാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാര്, പെങ്ങളാര്, കുടുംബമാര് ആരെന്ത് പറയണം, ബോധം വരുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൾക്കുള്ളത്. അപ്പം അത് നമുക്കൊരു പെണ്ണ് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് സമയം എങ്ങനെ ആക്രമിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് കൊന്നിട്ട് പിന്നെ ബോധം വരുമ്പം ചിലപ്പം ഒരുപക്ഷെ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് വരില്ലേ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. എന്തായാലും അല്ലാഹു ഹൈറാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് നാൾ കഴിയുമ്പോ ഇതേ നാജില തന്നെ വീണ്ടും വരുന്നതാണ് വീഡിയോയില്. എന്റെ ഇക്ക തിരിച്ചു വന്നേന്ന് പറഞ്ഞു. ഇക്ക കള്ളുകൂടിയൊക്കെ നിർത്തി നല്ല മനുഷ്യനായി ഇപ്പൊ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വരും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ് ഇക്ക വിടക്കാണെങ്കിലും ഇക്കയുടെ വീട്ടുകാർ അടിപൊളിയാണെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറൊരു വീഡിയോയിൽ പറഞ്ഞ നേരെ തിരിച്ചായിരുന്നു. എന്റെ ഇക്ക എന്നെ പൊന്നു പോലെ നോക്കും, എന്റെ ഇക്കയുടെ വീട്ടുകാരാണ് തീരെ ശരിയല്ലാത്തത്, പ്രത്യേകിച്ച് ഇക്കയുടെ ഉമ്മ ആള് ഭയങ്കരയായിരുന്നു എന്നൊക്കെയാണ് വന്ന് പറഞ്ഞത്. ഇപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു. ഇതിപ്പോ കണ്ടോ, അടുത്തത് ഇക്കയുടെ വീട്ടുകാരാണെന്ന് പറഞ്ഞു വരും പ്രശ്നം. ഒരു നിലപാടില്ലാത്ത, ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത സ്ത്രീയോ. എന്തായാലും ഇങ്ങനെ ഓരോന്ന് മാറ്റിയും തിരിച്ചുമൊക്കെ പറയുന്നതാണ് ഇത്തയുടെ മെയിൻ പരിപാടി. ഭൂലോക ഉടായ്പ എന്നല്ലാതെ പിന്നെന്താ പറയാ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.